ഹായ് വെൽക്കം പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് നോക്കുന്നത് ഒരു കളക്റ്റീവ് റീഡിംഗ് ആണ്. നിങ്ങളെ ആരെങ്കിലും സീക്രറ്റ് ആയിട്ടിപ്പോൾ ചിന്തിക്കുന്നുണ്ടോ നിങ്ങളെ പറ്റി എന്നുള്ള കാര്യമാണ് നോക്കുന്നത്. അപ്പോൾ ഇതൊരു ജനറൽ റീഡിംഗ് ആയതുകൊണ്ട് തന്നെ നിങ്ങളുടെ സാഹചര്യം നിങ്ങളുടെ എനർജിയുമായിട്ട് റെസനേറ്റ് ചെയ്യുന്ന പോസിറ്റീവ് കാര്യങ്ങൾ മാത്രം ഈ റീഡിങ്ങിൽ നിന്നും സ്വീകരിക്കുക. നിങ്ങളുമായിട്ട് ഇത് റെസനേറ്റ് ചെയ്യുന്നില്ല എന്ന് തോന്നുകയാണെങ്കിൽ ഈ റീഡിംഗ് പൂർണ്ണമായിട്ടും ഇഗ്നോർ ചെയ്യുക. നിങ്ങളുടെ മനസ്സിൽ അങ്ങനെ ഒരു പേഴ്സൺ ഉണ്ട്, അങ്ങനെ ഒരു ഡൗട്ട് നിങ്ങൾക്ക് ഉണ്ടെങ്കിൽ ആ ഒരു പേഴ്സൻ്റെ എനർജിയുമായിട്ട് നിങ്ങൾക്ക് ഈ കാര്യങ്ങൾ റെസനേറ്റ് ചെയ്ത് നോക്കാവുന്നതാണ്. ഓക്കെ, എന്തായാലും നമുക്ക് റീഡിങ്ങിലേക്ക് കടക്കാം. ആ ഒരു പേഴ്സൻ്റെ ഒരു എനർജി എന്ന് പറയുന്നത് ഇപ്പോൾ ആ വ്യക്തിക്ക് ഒരു ഡിസിഷൻ എടുക്കാൻ പറ്റാത്ത ഒരു സാഹചര്യത്തിലൂടെയാണ് ആ വ്യക്തിയുടെ എനർജി പോയിക്കൊണ്ടിരിക്കുന്നത്. ഒരുപാട് കോൺഫ്ലിക്ട്സ് അവരുടെ മൈൻഡിൽ തന്നെ, അവരുടെ തോട്ട്സ് ആയിട്ടും അവർക്ക് പല കാര്യങ്ങളിലേക്ക് ഒരു ധൈര്യം കിട്ടാത്തൊരവസ്ഥയിലൊക്കെ നിൽക്കുന്ന ഒരു എനർജിയാണ് ആ വ്യക്തിയിലൂടെ കാണാൻ സാധിക്കുന്നത്. പല ധാരണകളുണ്ട്. അവരെ തന്നെ വില കുറച്ച് കാണുന്നു, അല്ലെങ്കിൽ അവരിൽ തന്നെ ഒരു ആത്മവിശ്വാസമില്ലാത്ത ഒരു രീതിയിലാണ് ആ വ്യക്തി ഇപ്പം നിൽക്കുന്നത്. പല കാര്യങ്ങളും ആ വ്യക്തിക്ക് പറയണമെന്നുണ്ട്, അല്ലെങ്കിൽ ഓപ്പൺനെസ് കാണിക്കണമെന്നുണ്ട്. പക്ഷെ ആ വ്യക്തിക്ക് അതൊന്നും പറ്റാത്തൊരു സാഹചര്യത്തിലാണ് ആ വ്യക്തിയുടെ ഇപ്പോൾ ഒരു എനർജി നിൽക്കുന്നത്. ഇനി ആ വ്യക്തി എന്ന് പറയുന്നത് ആരായിരിക്കുമെന്ന് വെച്ചാൽ, നിങ്ങളുമായിട്ട് മിങ്കിൾ ഡെയിലി ആക്ടിവിറ്റീസൊക്കെ ഉള്ള ഒരു വ്യക്തി, അല്ലെങ്കിൽ നിങ്ങൾ ഡെയിലി കാണുന്ന ഒരു വ്യക്തിയായിരിക്കാം. അത് കൂടുതലായിട്ടും നിങ്ങളുടെ കൂടെ വർക്ക് ചെയ്യുന്ന ഒരാൾ, അല്ലെങ്കിൽ നിങ്ങളെ കൂടെ പഠിച്ചൊരു ക്ലാസ്മേറ്റ്സോ അങ്ങനെ എന്തെങ്കിലും ആകണം. നിങ്ങൾ അറിയുന്ന ഒരു വ്യക്തി തന്നെയാണ്, നിങ്ങളുമായിട്ട് നിങ്ങളെപ്പോഴും കാണുന്ന ഒരു വ്യക്തിയാണ്, അല്ലാതെ ഒരു സ്ട്രേഞ്ചറോ പെട്ടെന്ന് വന്ന ഒരു വ്യക്തിയായിട്ടല്ല ഇവിടെ കാണുന്നത്. ഓക്കെ, അപ്പോൾ അതുകൊണ്ട് തന്നെ ആ വ്യക്തിക്ക് നിങ്ങളെയും അറിയാം, കുറേ കാലങ്ങളായിട്ട് നിങ്ങൾക്കും അറിയാം. മേ ബി നിങ്ങൾക്ക് അങ്ങനെ ഒരു തോന്നൽ ആ വ്യക്തിയെ അടുത്ത് തോന്നിയിട്ടില്ല, അല്ലെങ്കിൽ ആ വ്യക്തി ഒരിക്കലും നിങ്ങളുടെ അടുത്ത് അത് കാണിച്ചിട്ടുണ്ടാവില്ല. കാരണം ആ വ്യക്തി ഒരു ഓപ്പൺനെസ്സിന് ഇപ്പോൾ തയ്യാറല്ലാത്തത് കൊണ്ട് തന്നെ ആ വ്യക്തിക്കുള്ള പല ഫീലിങ്സ് നിങ്ങൾക്ക് മനസ്സിലാക്കാൻ പോലും സാധിച്ചിട്ടുണ്ടാകില്ല. കാരണം അത്രയും നന്നായിട്ട് തന്നെ ആ വ്യക്തിക്ക് അവരുടെ ഇമോഷൻസും ഫീലിങ്സും ഹൈഡ് ചെയ്യാനായിട്ട് സാധിക്കുന്നുണ്ട്. ആ വ്യക്തിക്ക് അതേസമയം ഈ ഒരു കാര്യം പറയാനോ അല്ലെങ്കിൽ കൺഫ്രണ്ട് ചെയ്യാനുള്ളൊരു ധൈര്യം ഇല്ലാത്തൊരു സ്റ്റേജിലാണ് ആ വ്യക്തി നിൽക്കുന്നത്. കാരണം ഇതിനെന്തെങ്കിലും ഒരു നെഗറ്റീവായിട്ടുള്ളൊരു ഇമ്പാക്റ്റ് ഉണ്ടാകുമോ, അല്ലെങ്കിൽ നിങ്ങളുടെ തീരുമാനങ്ങൾ എങ്ങനെ ബാധിക്കും എന്നുള്ളൊരു പേടി ആ വ്യക്തിയെ സംബന്ധിച്ച്, ആ ഒരു ഫിയർ ഫാക്ടർ ആ വ്യക്തി മനസ്സിൽ ഒരുപാട് കൊണ്ട് നടക്കുന്നുണ്ട്. അതേസമയം ആ വ്യക്തിക്ക്, നിങ്ങളെന്ന് പറയുന്ന വ്യക്തിയുടെ ഒരു എനർജി, നിങ്ങൾക്ക് ഒരുപാട് കാര്യങ്ങൾ നിങ്ങൾ ചെയ്യുന്നുണ്ടാവാം. മേ ബി നിങ്ങൾ ഫാമിലിയിലെ പല കാര്യങ്ങൾ നിങ്ങൾ തന്നെ മാനേജ് ചെയ്യുന്നുണ്ടാവും. ഈ കാര്യങ്ങളെല്ലാം ആ വ്യക്തിക്ക് നന്നായി അറിയുന്നത് കൊണ്ട് തന്നെ നിങ്ങളുടെ ലൈഫിലേക്ക് വീണ്ടും ഒരു ബേർഡനും കൂടി തരാനായിട്ട്, അല്ലെങ്കിൽ ഒരു കൂടുതലായിട്ടൊരു ബർഡൻ നിങ്ങളുടെ ലൈഫിലേക്ക് കൂട്ടാനായിട്ട് ആ വ്യക്തി ഈ ടൈമിൽ ആഗ്രഹിക്കുന്നില്ല. അതുകൊണ്ട് തന്നെയാണ് ആ വ്യക്തി പിന്നോക്കം നിൽക്കുന്നത്. അതേസമയം ആ വ്യക്തിക്ക് നല്ല രീതിയിൽ ഭയം ആ വ്യക്തിയെ ഒരുപാട് അലട്ടുന്നുണ്ട്. അതിൻ്റെ കാരണം വേറെ ഒന്നുമല്ല, മേ ബി നിങ്ങൾ താല്പര്യമുള്ള ഒരുപാട് വ്യക്തികളുണ്ട് എന്നൊരു തോന്നൽ ആ വ്യക്തിക്കുണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഞാനത് പറയണോ, അല്ലെങ്കിൽ ഞാനത് എത്രത്തോളം തുറന്ന് സംസാരിച്ചാൽ അതിനൊരു നെഗറ്റീവ് ഇമ്പാക്റ്റ് ഉണ്ടാവുമോ, മേ ബി നിങ്ങളത് ശരിയായ രീതിയിൽ എടുത്തില്ലെങ്കിൽ, നിങ്ങൾ ആ റിലേഷൻ നല്ല രീതിയിൽ പോകുന്ന ഒരു ഫ്രണ്ട്ഷിപ്പ് ആണെങ്കിൽ കൂടി അത് നഷ്ടപ്പെടുമോ എന്നുള്ളൊരു പേടി ആ വ്യക്തിയെ സംബന്ധിച്ചിട്ടുണ്ട്. ഒരുപാട് ഫൈറ്റ് ചെയ്യേണ്ട ഒരു അവസ്ഥ ചിലപ്പോൾ ഈ റിലേഷനിൽ വന്നേക്കാം. അത് നിങ്ങളെ ആയിരിക്കാം, അല്ലെങ്കിൽ നിങ്ങളെ സ്നേഹിച്ച് നിൽക്കുന്ന മറ്റുള്ള വ്യക്തികളുമായിട്ടുള്ളൊരു കൺഫ്രണ്ട് ചെയ്യേണ്ട ഒരു അവസ്ഥ ആ വ്യക്തിക്ക് വരും എന്നുള്ളൊരു ഭയം ആ വ്യക്തിയെ സംബന്ധിച്ചിട്ടുണ്ട്. ആ വ്യക്തി ആഗ്രഹിക്കുന്നത് നിങ്ങളുടെ ചെറിയൊരു കരുതൽ, അല്ലെങ്കിൽ നിങ്ങളുമായിട്ട് ക്ലോസ്നെസ് ആണ് ആ വ്യക്തി ഇപ്പോൾ ആഗ്രഹിക്കുന്നത്. അതായത് നിങ്ങൾ മാറ്റി നിർത്താതെ നിങ്ങളോടൊപ്പം തന്നെ നിൽക്കാനാണ് ആ വ്യക്തി ടൈമിൽ ആഗ്രഹിക്കുന്നത്. അത് ആ വ്യക്തിക്ക് ഇപ്പോൾ കിട്ടുന്നില്ല, അല്ലെങ്കിൽ ആ വ്യക്തി ആഗ്രഹിക്കുന്ന രീതിയിലൊരു കാര്യം ആ ഒരു വ്യക്തിക്ക് ലഭിക്കുന്നില്ല എന്നുള്ളതാണ് ഇവിടെ വ്യക്തമാക്കുന്നത്. അത് ഒരു വിഷമം ഉള്ള രീതിയിൽ തന്നെ ആ വ്യക്തിയെ തുടരുന്നുണ്ട് മനസ്സിൽ. എന്തായാലും ഇതിൽ വരുമ്പോൾ പല ഭയങ്ങൾ ആ വ്യക്തിക്ക് എന്തായാലും ഉണ്ട്. കാരണം നിങ്ങൾ എന്ന് പറയുന്ന പേഴ്സൺ ഈ കാര്യങ്ങൾ മനസ്സിലാക്കുമ്പോൾ ചിലപ്പോൾ നിങ്ങളത് അക്സെപ്റ്റ് ചെയ്യാം, ചിലപ്പോൾ നിങ്ങളത് റിജക്റ്റ് ചെയ്യാം. ആ റിജക്ഷൻ വരുമ്പോൾ നിങ്ങൾ ആ വ്യക്തിയെ മാറ്റി നിർത്താനുള്ളൊരു സാഹചര്യം വരും എന്നുള്ളൊരു പേടി ആ വ്യക്തിയെ സംബന്ധിച്ചിട്ടുണ്ട്. നിങ്ങൾ അഡ്മയർ ചെയ്യുന്ന ഒരുപാട് പേര് നിങ്ങളുടെ ചുറ്റുമുണ്ട് എന്ന് ആ വ്യക്തി വിശ്വസിക്കുന്നുണ്ട്. അപ്പോൾ അവർ സ്വയം അവരെ വളരെ താഴ്ന്ന രീതിയിലാണ് കാണുന്നത്. അപ്പോൾ എന്നെക്കാളും മികച്ച ആൾക്കാരുണ്ടാകുമ്പോൾ സ്വാഭാവികമായിട്ടും നിങ്ങൾ അതിനൊരു പ്രയോറിറ്റി കൊടുക്കാൻ സാധ്യതയുണ്ട് എന്ന ആ പേഴ്സൺ ഒരു തോന്നലുണ്ട്. അതേസമയം ഈ ഒരു വ്യക്തി ചിലപ്പോൾ ഒട്ടും തന്നെ നിങ്ങൾക്കൊരു സൈൻസും അല്ലെങ്കിൽ ഒരു ഹിൻറ്റ് പോലും തരാതെ ആയിരിക്കാം ആ വ്യക്തി നിങ്ങളെ അപ്രോച്ച് ചെയ്യാൻ പോകുന്നത്. തീർച്ചയായിട്ടും ആ വ്യക്തി എന്തെങ്കിലും ഒരു തീരുമാനമായിട്ട്, അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു സൈൻ നിങ്ങൾക്ക് ഉടനെ തരുന്നതായിട്ടാണ് ഇവിടെ കാണുന്നത്. അപ്പോൾ അത്
ഒട്ടും എക്സ്പെക്റ്റഡ് ആകണമെന്നില്ല. അൺഎക്സ്പെക്റ്റഡ് ആയ രീതിയിലായിരിക്കാം ആ വ്യക്തി എന്തെങ്കിലും ഒരു സാഹചര്യം വരുമ്പോഴോ അല്ലെങ്കിൽ അവർ ഇമോഷണൽ ബേസ്റ്റ് ആകുമ്പോഴോ എന്തെങ്കിലും കാര്യങ്ങളിൽ ആ വ്യക്തി എന്തായാലും നിങ്ങൾ അപ്രോച്ച് ചെയ്യും എന്ന് തന്നെയാണ് ഇവിടെ കാണാൻ സാധിക്കുന്നത്. അപ്പോൾ നിങ്ങൾക്ക് ഏതെങ്കിലും വ്യക്തിയോ അങ്ങനെ ഒരു ഡൗട്ട് ഉണ്ട്, ആ വ്യക്തിക്ക് അങ്ങനെ ഒരു മനസ്സിൽ എന്തെങ്കിലും ഫീലിങ്സ് ഉണ്ടോ എന്നൊരു തോന്നലുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ആ വ്യക്തി നിങ്ങളുടെ അടുത്ത് അപ്രോച്ച് ചെയ്യുന്നതാണ് ഉടനെ തന്നെ. അപ്പോൾ നിങ്ങൾക്ക് അതിലൊരു ക്ലാരിറ്റി കിട്ടാനുള്ളൊരു സാധ്യതയുണ്ട്. അപ്പോൾ ഇന്നത്തെ റീഡിംഗ് ഇതുവരെ. നിങ്ങൾക്ക് ഈ റീഡിംഗ് ഇഷ്ടപ്പെട്ടുവെങ്കിൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുത്. ഈ ഒരു സാഹചര്യവുമായിട്ട് റെസനേറ്റ് ചെയ്ത ആൾക്കാരുണ്ടെങ്കിൽ കമൻറ്റ് സെക്ഷനിൽ തീർച്ചയായിട്ടും യെസ് എന്ന് രേഖപ്പെടുത്താൻ മറക്കരുത്. പേഴ്സണൽ റീഡിംഗ് ആഗ്രഹിക്കുന്ന വ്യക്തികൾക്ക് സ്ക്രീനിൽ കാണുന്ന നമ്പറിൽ വാട്സപ്പ് ചെയ്യാവുന്നതാണ്. എല്ലാവർക്കും ഒരു ശുഭദിനം നേരുന്നു.